മലകളെ കുന്നുകളെയൊക്കെ JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണെടുത്ത് മലകൾ തുരന്ന് പോകുന്ന നമ്മുടെ അത്യാർത്തിയെക്കുറിച്ച് റോഡ് നിർമ്മാണം വേണം, അതിന് മണ്ണ് വേണം, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു നാടിൻ്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിൽ മണ്ണെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് യോജിക്കാനാവുക? നാട്ടുകാരുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? ഈ പുഴക്കടവിലെ മണ്ണ് പോകുന്നതോടുകൂടി, ഒരു മല ഇല്ലാതാകുന്നതോടുകൂടി അവരുടെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? VS ശ്രീജിത്ത്. ഡോക്ടർ അരുൺ, സിനോയ് തോമസ് പറഞ്ഞു നിർത്തിയവർത്ത് തുടങ്ങിയാൽ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ, പ്രായമുള്ളവർ ഉൾപ്പെടെ ഒരു നാട്ടിൽ രാഷ്ട്രീയമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ സമരത്തിനിറങ്ങുന്നുണ്ട് എങ്കിൽ അതിന് കാതലായ പ്രശ്നമുണ്ട്. അതിൽ രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടമോ അല്ല, കാതലായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പ്രശ്നത്തെക്കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം ഈ പോഴിക്കാവ് മല എന്ന് പറയുന്നത്, ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ ഏകദേശം 500 മീറ്റർ 21 അടി, ഏകദേശം 21 അടി ഉയരത്തിൽ മണ്ണെടുക്കുകയാണ്. ഇങ്ങനെ മണ്ണെടുക്കുമ്പോൾ ഈ മലയുടെ ആ മറുഭാഗം എന്ന് പറയുന്നത് ഇതേപോലെ സമാനമായി മണ്ണെടുക്കുന്നതാണ് ഇതിൻ്റെ അങ്ങേ അറ്റവും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മലയുടെ തന്നെ രണ്ടറ്റവും ഒരുപോലെ മണ്ണെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് മണ്ണെടുത്തു കൊണ്ടുപോകുമ്പോൾ അത് ഈ ഭാഗത്തെ ആവാസ വ്യവസ്ഥയെ മാത്രമല്ല, ഒരു നാടിൻ്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും അത് ബാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കുന്നിടിക്കുകയും ഈ കുന്നിൻ മുകളിലുള്ള മരങ്ങളും ചെടികളും കാടും ഇല്ലാതാവുന്നതോടുകൂടി ഈ നാട്ടിലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ട്. എനിക്കിപ്പം നാട്ടുകാരിപ്പോൾ മുഴുവൻ ആളുകളും എനിക്കൊപ്പം ഉണ്ട്. നമുക്കൊന്ന് ഈ മലയുടെ മുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര അടി ഉയരം? 21 അടി ഉയരം ഉണ്ടാവും അല്ലേ? ഇത് 21 അടി ഉയരം ഉണ്ടായിരുന്നു ആദ്യം മണ്ണെടുക്കുന്ന സമയത്ത്, ഫസ്റ്റിലെടുത്ത സമയത്ത്. നമുക്കൊന്ന് മുകളിലോട്ട് കയറി 21 അടി ഉയരണ്ടായിരുന്നു. പക്ഷേ അത് അവർ ജിയോളജിസ്റ്റ് വന്ന സമയത്ത് ഇവർ അളക്കാൻ പോലും തയ്യാറാവാതെ ഒരു 11 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകാൻ പുറപ്പെട്ടത്. പക്ഷേ ഞങ്ങളത് നിർബന്ധപൂർവ്വം ഇവരെ കൊണ്ട് അളപ്പിച്ച സമയത്താണ് അത് 21 മീറ്റർ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതൊരു വെറും ഒരു 10 മീറ്ററിന് ടൈപ്പുമായിട്ട്. എത്ര മണ്ണെടുക്കാനുള്ള അനുമതി നിലവിലുണ്ട്? ഇവരിപ്പോൾ നിലവിൽ ഇപ്പോൾ പറയുന്നത് 26 മെട്രിക് ടൺ മണ്ണ് ഇനിയും എടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് വിശ്വാസയോഗ്യമല്ല. കാരണം വെച്ചാൽ അത്രയും ഒരു മണ്ണ്, ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഇവിടെ പില്ലർ നാട്ടിയുണ്ട്. ഈ പില്ലറിൻ്റെ ആ ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഇവർ എടുത്തു കഴിഞ്ഞാൽ ഒരു മലയുടെ പകുതി ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ ഇതാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇങ്ങനെ പൂർണ്ണമായും മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്ന ഇവിടെ താഴെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല താഴത്തെ ഒരു സ്കൂളുണ്ട്. ഇതൊക്കെ ഇടിഞ്ഞു വന്നിട്ട് ഈ സ്കൂളിലേക്കും നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക്, ഈ വീടുകളിലേക്കൊക്കെ എത്തിപ്പെടുക. അത് നമുക്ക് അതിൻ്റെ മണ്ണെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നാട്ടുകാരുടെ ഒരു അഭിപ്രായവും നാട്ടുകാരുടെ ഒരു സമ്മതവും വേണമല്ലോ. അങ്ങനെ എന്തെങ്കിലും സമ്മതം എടുക്കണം? ഒരിക്കലും സമ്മതം വാങ്ങിയിട്ടില്ല, സമ്മതം എടുത്തിട്ടുമില്ല. ഇവർ തുടങ്ങിയ സമയത്ത് ദേശീയപാതയ്ക്കാണ് കളക്ടർ ഓർഡർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച വികസന വിരോധിയാകണ്ട, അപ്പോൾ ദേശീയപാതയ്ക്ക് മണ്ണ് വേണം, അത് നടക്കണമല്ലോ. 8 മാസമായിട്ട് ഇവിടുന്ന് മണ്ണ് കൊണ്ടുവന്ന് ഞങ്ങൾ 7 മാസം വരെ തടഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. പിന്നെ കുടിവെള്ളം ഉണ്ടാവില്ല. പിന്നെ ഒരു മല പോയി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങൾ ഈ തലമുറയില്ല, ഞങ്ങളെ പഴയ തലമുറ ഉണ്ടാക്കിയ സാധനമാണ്. ഞങ്ങൾ ഈ ഭാവി തലമുറയ്ക്ക് ഇത് വേണം. ഇത് ആരുടേതാണ് ഈ മല? പ്രോപ്പർട്ടി ആരുടേതാണ്? പ്രോപ്പർട്ടി ഗിരീഷ് കുമാർ, കൊളത്തോർത്ത് ഗിരീഷ് കുമാർ, അവരെ ഫാമിലിയിലുള്ള 4 ആളാണ്. അവരിത് മണ്ണെടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവർ മണ്ണെടുക്കാൻ വേണ്ടി കൊടുത്തു. നാട്ടുകാർ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെ ഒരു പ്രത്യേക മൂഡിൽ ഇത് കൊടുക്കും, ധിക്കാര മൂഡിൽ അങ്ങനെ കൊടുക്കുകയാണ്. അത് ഇവിടെ ഒരു ഏജൻറ്റ്, വാഗാട്ടിൻ്റെ ഒരു അഷ്റഫ് എന്ന് പറയുന്ന ഏജൻറ്റാണ് ഇത് എടുത്തത്. അവർ നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം. എന്തായാലും അവരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നു.